അള്ളാഹുവിന്റെ ഖുർആനിന്റെ ഒരു അക്ഷരത്തിന് പോലും മാറ്റം വരുത്താൻ ലോകത്തിന് കഴിഞ്ഞിട്ടില്ല. ഖുർആൻ പറഞ്ഞ ശാസ്ത്ര സത്യങ്ങൾക്ക് പകരം നിൽക്കാൻ ഇന്നേ വരെ ആർക്കും കഴിഞ്ഞിട്ടില്ലെന്ന് നമ്മൾ ആശീർവാദത്തോടെ പറയുമ്പോ ഞാനൊന്ന് ചോദിക്കട്ടെ, അള്ളാഹുവിന്റെ ഖുർആനിന്റെ ഏറ്റവും വലിയ അമാനുഷികത ഏതെന്ന് നിങ്ങൾക്കറിയുമോ? അള്ളാഹുവിന്റെ ഖുർആൻ അമാനുഷികമാണ്. ഇതുവരെ ഖുർആനിനെ പരാജയപ്പെടുത്താൻ ഇന്നേ വരെ ഒരു ആൺകുട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. നമ്മൾ എപ്പോഴും പറയാറുണ്ട്. എന്നാൽ നിങ്ങളോടൊന്ന് ഞാനത് ചോദിക്കട്ടെ, ഖുർആന്റെ ഏറ്റവും വലിയൊരു അമാനുഷികത ഏതാ എന്ന് പറയും? ഖുർആനിന്റെ ഏറ്റവും വലിയൊരു അമാനുഷികത എന്താ പറയും? നമ്മൾ പറയും നീലാം സ്ട്രോങ് അവിടെ ബാങ്കിന്റെ നീലാം സ്ട്രോങ് അവിടെ പോയപ്പോ ബാങ്ക് കേട്ടു, അത് കേട്ടില്ല എന്ന് നീലാം സ്ട്രോങ് തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇപ്പോഴും അബദ്ധം പറഞ്ഞിട്ട് എന്തിനാ ഇല്ലാത്തത് പറഞ്ഞ് പ്രസംഗിക്കണത്? നമ്മൾ ആ അബദ്ധങ്ങൾ തന്നെ പറയാൻ അതല്ലല്ലോ. നമ്മളിപ്പോ ആരെങ്കിലും എന്തെങ്കിലും കണ്ട ഖുർആൻ അത് 14 നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞാന്ന് പറയണ്ട. അതിനേക്കാൾ വലിയ മുഅ്ജിസത്ത് ഖുർആൻ നമ്മുടെ കൺമുമ്പിൽ നൽകിയിട്ടുണ്ട്. അല്ലാതെ നമ്മൾ അതിന് വേറെ അവകാശവാദങ്ങളുമായി പോയി അപഹാസ്യരാകേണ്ട കാര്യമില്ല. ഖുർആനെ വസ്തുനിഷ്ഠമായി നമ്മൾ പരിചയപ്പെടുത്തണം. പക്ഷെ അതിനേക്കാൾ വലിയ ഖുർആൻ ലോകത്തിലെ ഏറ്റവും വലിയ അമാനുഷികതയാണ് എന്ന് ഏത് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ മുന്നിൽ ഞാൻ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് സമർപ്പിച്ചു തരാം. ഖുർആന്റെ ഏറ്റവും വലിയ മാനസികത ഏതാ? 4 വർഷമായിട്ട് നമ്മൾ ബസ്സൈക്കില്ല എന്നും പറഞ്ഞു തന്നെ പറയണ്ടല്ലോ. ഖുർആൻ നിങ്ങൾ ഇന്ന് ലോകത്തിലെ ഏത് സയന്റിസ്റ്റ് വന്ന് ചോദിച്ചാലും ഖുർആൻ ഇത്രയും വലിയ അമാനുഷികതയാകാൻ കാരണം എന്താന്ന് ചോദിച്ചാൽ എനിക്ക് E=mc² അറിഞ്ഞുകൂടാ, ഞാനന്ന് പള്ളിക്കൂടത്തിൽ പോയില്ല, അന്ന് ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ചാക്കച്ചോടം കഴിഞ്ഞിട്ട് ബഹ്റൈനിൽ വന്നാന്ന് പറഞ്ഞിട്ട് നിങ്ങളും മിണ്ടാതിരിക്കണ്ട. ലോകത്താര് ചോദിച്ചാലും ഇതാണ് ഖുർആന്റെ ഏറ്റവും വലിയ അമാനുഷികത എന്ന് പറയാൻ സർവ്വസാധാരണമായ ആർക്കും മനസ്സിലാകുന്ന ഒരു അമാനുഷികതയുണ്ട്. അറിയോ നിങ്ങൾക്ക്? അറിയില്ല. ഫറോവ പകരം വെക്കാൻ ഒരായത്ത് പോലും ഇതുവരെ കൊണ്ടുവരാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. കോപ്പർനിക്കസിനും കഴിഞ്ഞില്ല, അരിസ്റ്റോട്ടലിനും കഴിഞ്ഞില്ല, ബിഥോവനും കഴിഞ്ഞില്ല. ഓക്കെ, ഇതൊക്കെ ഞാൻ തന്നെ എത്ര പ്രസംഗിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യന്റെ നാവിൻ തുമ്പ് ഒന്ന് നേരെ ഒന്ന് ചലിച്ചിരുന്നെങ്കിൽ 24 അക്ഷരം ഒരു മനുഷ്യന്റെ നാവിൻ തുമ്പ് കൊണ്ട് പറഞ്ഞെങ്കിൽ ഖുർആൻ അന്ന് ചവറ്റുകൊട്ട എറിഞ്ഞേനെ ഹബീബായ നബി തങ്ങളുടെ കാലഘട്ടത്തിൽ. അതാണ് ഏറ്റവും. നിങ്ങൾ ഈ ഗ്രന്ഥത്തെ അറിഞ്ഞിട്ടില്ല സഹോദരിമാരെ, നിങ്ങൾ ഈ ഗ്രന്ഥത്തെ അറിഞ്ഞിട്ടില്ല. കാരണം അറിയാൻ ശ്രമിച്ചിട്ടില്ല. വളരെ ചെറിയ ഒരു സൂറത്താണ്, സമയമില്ല പറയാൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, തബ്ബത് യദാ അബീ ലഹബിൻ വതബ് മാ ഗനാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാരൻ ذات لهب وامرأته حمالة الحطب في جيدها حبل من مسد. അറിയാവുന്നവരൊക്കെ നോക്കി തബ്ബത് യദാ പറഞ്ഞു. സഹോദരങ്ങളെ, ഇതൊക്കെ നമ്മുടെ നന്മയുടെ മർമ്മകാണ്ഡമാണ്. ഭൂമിയിലെ സ്വർഗത്തിലിരുന്നിട്ടാണ് നമ്മൾ ഖുർആൻ ഓതുന്നത്. അള്ളാഹുവിന്റെ ഖുർആനിൽ ആയത്തിറങ്ങി തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. ഈ ചെറിയ സൂറത്താണ് ഖുർആനിന്റെ ഏറ്റവും വലിയ അമാനുഷികത. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജബൽ അബൂ ഖുബൈസിന്റെ മലയടിവാരത്തിന്റെ മറുഭാഗത്ത് നിലനിർത്തിയിട്ട ഖുറൈശി സമൂഹത്തോട് നിങ്ങൾ അള്ളാഹുവിനെ വിശ്വസിക്കണേ, അവൻ ഏകനാണ് എന്ന പ്രഥമ പ്രബോധനത്തിന്റെ ദൗത്യം നിർവഹിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂലിനോട് അബൂ ലഹബ് ചോദിച്ചു പോയി, അലിഹാദാ ജമഅതനാ, ഇതിനാണോ ഞങ്ങളെ വിളിച്ചുകൂട്ടിയത്? നിന്റെ കൈ നശിച്ചു പോകട്ടെ മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം. വേദനിക്കുന്ന മനസ്സുമായി പരിഹാസത്തിന്റെ ഉപശകരങ്ങളേറ്റ് മുത്തുനബി വിശ്രമിക്കവേ അള്ളാഹുവിന്റെ ഖുർആനിൽ ആയത്തിറങ്ങി, നബിയേ അങ്ങയുടെ കൈയല്ല നശിച്ചു പോവുക. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. അബൂ ലഹബിന്റെ 2 കൈകൾ നശിച്ചു പോകും നബിയേ. അവന്റെ മാത്രമല്ല വംറഅതുഹു, അവന്റെ
അവന്റെ ഭാര്യയായ ഉമ്മു ജമീല അവളും നശിച്ചു പോകും നബിയേ. എന്നിട്ട് പറയാ, അബൂലഹബും അവന്റെ ഭാര്യ ഉമ്മു ജമീലയും ശ്രദ്ധിച്ചു കേൾക്കണേ. അബൂലഹബും അവന്റെ ഭാര്യ ഉമ്മു ജമീലയും ആരാ? ഉമ്മു ജമീലയാരാ? ഫീ ജീദിഹാ ഹബിലും മിൻ മസദ്, ഈത്തപ്പന നാര് കൊണ്ടുണ്ടാക്കൊരു മാല അവളുടെ കഴുത്തിലുണ്ട് നബിയേ. ആ സമയത്ത് ഉമ്മു ജമീലയുടെ കഴുത്തില് വിലപിടിപ്പുള്ള രത്നങ്ങൾ പതിച്ചിട്ടവള് മൊഞ്ചത്തിയായി അണിഞ്ഞടക്കുന്ന സമയത്താണ് ഈത്തപ്പന നാര് കൊണ്ടുള്ള മാല അവളുടെ കഴുത്തിൽ വരുമെന്ന് ഖുർആൻ പറഞ്ഞത്. എന്നിട്ട് ഖുർആൻ ആയത്തിറക്കി, അബൂലഹബും അവന്റെ ഭാര്യ ഉമ്മു ജമീലയും സയസ്ലാ നാറാ, അവര് രണ്ടുപേരും നാളെ നരകത്തിലാണ് നബിയേ. ഖുർആൻ അമാനുഷികത, നാം അറിയുന്ന ഖുർആൻ അമാനുഷികത. സയസ്ലാ നാറാ, അബൂലഹബും അവന്റെ ഭാര്യ നാളെ നരകത്തിലാണ് നബിയേ. ഈ ആയത്തിറങ്ങിയപ്പോ അബൂലഹബും അവന്റെ ഭാര്യ ഉമ്മു ജമീല അടക്കമുള്ള ആളുകൾ ഖുർആനിനെ തകർക്കാനുള്ള പോംവഴി നോക്കുകയാ. മക്കാ ഖുറൈശികൾ ഖുർആനെ തകർക്കാനുള്ള പോംവഴി അന്വേഷിക്കുമ്പോഴാണ് ആയത്തിറങ്ങിയത് നബിയേ. അബൂലഹബും അവന്റെ ഭാര്യ ഉമ്മു ജമീലയും സയസ്ലാ നാറാ, അവര് നരകത്തിലാണ് നബിയേ. സഹോദരങ്ങളെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ആ സമയത്തെങ്ങാന് ഖുർആനിനെ തകർക്കാൻ വേണ്ടി രാപകലുകൾ അവര് മാറ്റിവെക്കുമ്പോ, അവരെ സമ്പത്തുകൾ മാറ്റിവെക്കുമ്പോ, അബൂലഹബോ അവന്റെ ഭാര്യ വന്നിട്ട് മുത്തുനബിയുടെ ചാരത്ത് വന്ന് നിന്നിട്ട് അവരെ നാവിൽ മുമ്പിൽ നിന്ന് 24 അക്ഷരം പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നെങ്ങാനും അവരൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവർ ഇസ്ലാമിലേക്ക് വന്നാൽ പിന്നെ അവര് നരകത്തിൽ പോകില്ലല്ലോ. അവര് സ്വർഗത്തിന്റെ അവകാശികളല്ലേ, അവരല്ലാണ്ട് സ്വർഗത്തിന്റെ ഉടമകളല്ലേ. ഖുർആനിനെ തകർക്കാൻ വേണ്ടി നാടികൾക്ക് 4 വട്ടം ഓടുമ്പോഴും അബൂലഹബിന്റെയും അവന്റെ ഭാര്യയുടെയും നാവിൻ തുമ്പൊന്ന് ചലിച്ചാൽ, അവരെങ്ങാനും കെലിമ പറഞ്ഞാൽ പിന്നെ ഖുർആൻ ചവറ്റുകൊട്ടയില നരകത്തിലാണെന്ന് ഖുർആൻ പറഞ്ഞ ആളുകൾ അവര് സ്വർഗത്തിലായില്ലേ? പിന്നെ ഖുർആനിന് എന്ത് നിലനിൽപ്പാണുള്ളത്? ആ ഖുർആനെ തകർക്കാനുള്ള ഏറ്റവും വലിയ ബ്രഹ്മാസ്ത്രം അവരുടെ നാവിൻ തുമ്പിൽ ഉണ്ടെന്നിരിക്കെ അത് പറയാൻ കഴിയാതെ ഹബീബായ നബിയുടെ അടുക്കൽ വന്നിട്ട് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നെങ്ങാനും അബൂലഹബോ ഭാര്യയോ പറഞ്ഞാൽ പിന്നെ ആ ഖുർആൻ ലോകത്ത് നിലനിൽക്കില്ലെന്നിരിക്കെ ആളുകൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവരുടെ മുമ്പിൽ പോയിട്ട് നിങ്ങളുടെ നാവ് ചലിക്കില്ല, നിങ്ങൾ കെലിമ പറയില്ല, നിങ്ങൾ നാളെ നരകത്തിലാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് പരിവർത്തന സിദ്ധാന്തം കണ്ടുപിടിച്ചതല്ല, ചാൾസ് ഡാർവിനെ മുട്ടുകുത്തിച്ചതല്ല, ഈ കടലിന്റെ സാങ്കേതിക രഹസ്യം പറഞ്ഞതല്ല, സൂറത്തുൽ ലഹബാണ്. അള്ളാന്റെ ഖുർആനിന്റെ ഏറ്റവും വലിയ അമാനുഷികത എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ ആർക്കാണ് കഴിയുക? ഇപ്പോഴും ആയത്ത് അങ്ങനെ തന്നെയുണ്ട്. സയസ്ലാ നാറാ, അവര് നരകത്തിൽ പോവും. അബൂലഹബോ ഉമ്മി ജമീലയോ മുത്തുനബിയുടെ അടുക്കൽ വന്നിട്ട് മുഹമ്മദേ നിന്റെ ഖുർആൻ പഴഞ്ചനാണ്, തകർത്തെറിയാൻ പോകുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അവര് പറഞ്ഞാൽ തീർന്നു. ഖുർആൻ തീർന്നോ? അവര് പറഞ്ഞാൽ പിന്നെ അവര് സ്വർഗത്തിലല്ലേ, നരകത്തിൽ പോവില്ലല്ലോ. അവര് സഹാബിയായില്ലേ, അവര് പിന്നെ നരകത്തിൽ പോവില്ല. മുമ്പിൽ അവരുടെ നാവ് ചലിക്കാൻ കഴിയാത്ത രീതിയിൽ കെട്ടിയിട്ട് ഇന്നും ലോകത്ത് അജയ്യമായി അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചിന്തിച്ച എത്ര ആളുകളുണ്ട്?